ഫൈനൽ മത്സരം ആരംഭിച്ചു. പ്രിയ തളർന്നു പോകുന്ന സിറ്റുവേഷനിലൊക്കെയും ആദ്യ കോർട്ടിന് വെളിയിൽ നിന്നും അവളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവളുടെ അവസ്ഥ കാണവേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരാൻ തുടങ്ങി. പ്രിയ ആകെ വാടി തളർന്നു പോയത് കണ്ടതും ദേവനും അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാളെയും ആ കാഴ്ച ഒരുപാട് വിഷമിപ്പിച്ചു. അതോടൊപ്പം ആദ്യം അവൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം അയാളെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. അതിനിടയിൽ മറ്റു പല ചിന്തകളും അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നതും പകയെരിഞ്ഞ കണ്ണുകളോടെ അയാളുടെ നോട്ടം വീണ്ടും ആദിയിലേക്ക് നീണ്ടു. മത്സര സമയം കഴിഞ്ഞിട്ടും ഇരു ടീമും സമനിലയിൽ നിൽക്കുന്നതിനാൽ മത്സരം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയയുടെ തളർച്ച അവളുടെ കളിയെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതിനിടയിൽ എതിർ ടീം ഒരു ഫൗൾ വരുത്തിയതിനാൽ BSC പിള്ളേർക്ക് ഫ്രീ ത്രോ കിട്ടുകയാണ്. ബോൾ കറക്റ്റായി ബാസ്ക്കറ്റിൽ വീഴുകയാണെങ്കിൽ അവർക്കൊരു പോയിന്റ് ലഭിക്കുകയും വിജയം ഉറപ്പിക്കുകയും ചെയ്യാം. പ്രിയക്കാണ് ബോൾ ത്രോ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പ്രിയക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവൾ ആദ്യം ഒന്ന് നോക്കി. അവൻ അവളെ നോക്കി പൊളിക്കണം എന്ന പോലെ കൈകൊണ്ട് കാണിച്ചതും അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ കിട്ടി. കമോൺ പ്രിയ, കമോൺ, ആദ്യ ഗാലറിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ആദിയുടെ ഒപ്പം കൂടി പ്രിയയ്ക്ക് സപ്പോർട്ട് നൽകി. അതോടെ പ്രിയയുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു. പ്രിയ തൻ്റെ മാക്സിമം കഴിവ് പുറത്തെടുത്തു ബോൾ എറിഞ്ഞ് ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തിയതും ഒരു പോയിന്റ് നേടി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിജയ കിരീടം ചൂടി. മറ്റെല്ലാം മറന്ന് ആദ്യം ഓടിച്ചെന്ന് അവളെ വാരിപ്പുണർന്ന് ചുംബിക്കുമ്പോൾ ദേവദത്ത് ആ കാഴ്ച കണ്ട് നിൽക്കാനാവാതെ മുഖം തിരിച്ചു കളഞ്ഞു. വിജയിച്ച ടീമംഗങ്ങൾ എല്ലാവരും കൂടി ദേവദത്തിൻ്റെ കയ്യിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി. പിന്നീട് ബെസ്റ്റ് പ്ലെയർക്കുള്ള ട്രോഫി പ്രിയ ദേവദത്തിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ അയാളുടെ കണ്ണുകൾ അവളുടെ വാടിത്തളർന്ന മുഖത്ത് അലിഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നത് പോലെ അയാൾക്ക് തോന്നിയതും അയാൾ അവളോട് ചോദിച്ചു, പ്രിയ, ആർ യു ഓക്കെ? എന്നാൽ അതിന് മറുപടി കൊടുക്കാൻ പോലും ആവാതെ അവൾ അവിടെ തളർന്നു വീഴാൻ പോയതും അയാൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. പ്രിയ, മോളെ മോളെ കണ്ണു തുറക്ക്, പ്രിയ കണ്ണു തുറക്ക്. അയാൾ അവളെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. പ്രിയ വീഴുന്നത് കണ്ടതും ആദ്യം അങ്ങോട്ട് വന്നിരുന്നു. പക്ഷെ ആദ്യം എന്തെങ്കിലും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുന്നേ ദേവ് പ്രിയയും കൈകളിൽ കോരിയെടുത്ത് അവിടെ നിന്ന് പോകുന്നതും അവളുമായി തൻ്റെ വണ്ടിയിൽ കയറുന്നതും ആദ്യക്ക് നോക്കി നിൽക്കാനേ ആയുള്ളൂ. അയാൾക്ക് പിന്നാലെ പാഞ്ഞെടുത്ത ക്യാമറ കണ്ണുകളെ അയാൾ അന്നേരം ശ്രദ്ധിച്ചിരുന്നില്ല. അയാൾ എന്തായി കാണിച്ചത്? ആരോടൊന്നും പറയാതെ പ്രിയയും കൊണ്ട് അയാൾ ഇതെങ്ങോട്ടാ പോയത്? ശ്യാം ആദിക്കരികിലേക്ക് പാഞ്ഞു വന്ന് ചോദിച്ചതും ആദ്യം അവരെയും വിളിച്ച് തൻ്റെ വണ്ടിയിൽ കയറി ദേവദത്തിൻ്റെ വണ്ടിയെ ഫോളോ ചെയ്തു. ദേവദത്തിൻ്റെ വണ്ടി സിറ്റി ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ ആദിയുടെ കാറും അങ്ങോട്ട് കടന്നു വന്നു. ദേവദത്ത് പ്രിയയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു കയറി. ദേവദത്തിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിയെ അവിടെ കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അയാളിലായിരുന്നു. ഹോസ്പിറ്റൽ ജീവനക്കാർ സ്ട്രെച്ചറുമായി വന്ന് പ്രിയയെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴേക്കും ആദ്യവും ഫ്രണ്ട്സും അങ്ങോട്ട് വന്നു. കാഷ്വാലിറ്റിക്ക് വെളിയിൽ നിൽക്കുന്ന ദേവദത്തിനെ കണ്ടതും ആദ്യം അയാളുടെ അരികിലേക്ക് നടന്നു. ആദ്യം തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ടതും ദേവദത്തിന് നീരസം തോന്നിയെങ്കിലും അയാളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. സർ, പ്രിയ, അവൾ ആദ്യ ദേവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഡോക്ടേഴ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ മറുപടി പറഞ്ഞു. അത് കേട്ടതും ആദ്യം ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അവൻ്റെ മനസ്സിൽ നിറയെ പ്രിയയെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രമായിരുന്നു. പ്രിയ നിങ്ങളുടെ ആരാ? പ്രിയയും ആദ്യവും തമ്മിലുള്ള റിലേഷൻ അറിയാമായിട്ടും ദേവൻ ഒന്നും അറിയാത്ത പോലെ അവരോട് ചോദിച്ചു. ഇവൻ്റെ വൈഫാണ്. ദേവിൻ്റെ ചോദ്യത്തിന് ഗോകുൽ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു. വൈഫ്? ആ കുട്ടിക്കോ ഇയാൾക്കോ അതിനുള്ള പ്രായമായെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. വീണ്ടും ദേവൻ്റെ ചോദ്യം ഉയർന്നു. പിന്നല്ലാതെ, ഇവന് 23 ആയതാ, അവൾക്ക് 18. അതുകൊണ്ട് ലീഗലി അവർക്ക് കല്യാണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ദേവിനോട് ഗോകുൽ അത്രയും മനഃപൂർവ്വം തന്നെ പറഞ്ഞതായിരുന്നു. പ്രിയ തളർന്നു വീണപ്പോൾ അയാൾ കാണിച്ച പ്രവൃത്തി അവർക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എങ്കിലും ആദ്യം അയാളോട് ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നതും പ്രിയക്കൊരു കുഴപ്പമില്ലെന്നും ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണെന്നും ഒരാൾക്ക് പേഷ്യൻറ്റിൻ്റെ കൂടെ ഇരിക്കാമെന്നും പറഞ്ഞപ്പോൾ ആദ്യം കൂടുതലൊന്നും ചിന്തിക്കാതെ അകത്തേക്ക് പോവുകയായിരുന്നു. ആദ്യം കണ്ടതും പ്രിയയുടെ മുഖം വിടർന്നു. അവൻ അവളുടെ അരികിൽ ചെന്നിരുന്നു. ആദിയുടെ ചുണ്ടുകൾ അവളുടെ മുഖത്താകമാനം ഒഴുകി നടന്നു. ഇതേ സമയം തന്നെയാണ് മുകുന്ദൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. മുകുന്ദൻ വന്നതും ദേവ് അയാളുടെ കൂടെ പ്രിയയെ കാണാനെന്ന പോലെ അകത്തേക്ക് വന്നതും പ്രിയയുടെ ചുണ്ടുകൾ നുകരുന്ന ആദിയാണ് കാണുന്നത്. അത് കണ്ടതും ദേവ് മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു മുകുന്ദനെ ഒന്ന് കടുപ്പിച്ച് നോക്കി അവിടെ നിന്ന് ഇറങ്ങി. പിന്നാലെ മുകുന്ദനും ഇറങ്ങി.
ഞാനെന്ത് ചെയ്യാനാ എന്ന പോലെ മുകുന്ദൻ ദയനീയമായി ദേവിനെ നോക്കി. ഇവൻ ഇത് തന്നെയാണോ പണി? നേരത്തെ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ കണ്ടതാ. ഇതൊക്കെ പബ്ലിക്കായി ചെയ്യേണ്ട കാര്യമാണോ? ദേവിൻ്റെ സ്വരത്തിൽ ആദിയോടുള്ള നീരസം കലർന്നിരുന്നു. നേരത്തെ അത് കളി ജയിച്ചപ്പോഴുള്ള സന്തോഷം കൊണ്ട് ചെയ്തു പോയതാവാം. ഇതിപ്പോൾ സങ്കടം കൊണ്ടും. നമുക്കതിൽ വല്ലതും പറയാൻ പറ്റുമോ? അവളവൻ്റെ ഭാര്യയല്ലേ? നോ, ഷീ ഈസ് മൈ ഡോട്ടർ. പിന്നെ ഇടയ്ക്കിടെ താനേ അവളവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നില്ല. അതെനിക്കിഷ്ടവുമില്ല. താൻ പോയി അവരിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് നോക്കിയിട്ട് വാ. എനിക്ക് അവളെ ഒന്ന് കാണണം. മുകുന്ദൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ദേവ് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല. വേണേലേ നീ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ പിള്ളേർക്ക് എന്നെ തീരെ വിലയില്ല. ഇതിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വേണം ഒളിഞ്ഞു നോക്കിയെന്നുള്ള ചീത്ത പേര് കൂടി എനിക്ക് വരാൻ. മുകുന്ദൻ അതും പറഞ്ഞ് മിണ്ടാതെ നിന്നതും ദേവൻ അയാളെ ഒന്ന് കടുപ്പിച്ച് നോക്കി പ്രിയയെ കാണാനായി ചെന്നു. ആ സമയം ഇരുവരും ഉമ്മ വെക്കലൊക്കെ നിർത്തി പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് കണ്ണും നോക്കിയിരിപ്പാണ്. അതുകൊണ്ട് ദേവിന് ദേഷ്യം തോന്നിയെങ്കിലും ഇത്തവണ അയാൾ അത് പ്രകടിപ്പിക്കാതെ ഒന്ന് മുരടനയ്ക്ക് ഒച്ചയുണ്ടാക്കിയതും ആദ്യം പ്രിയയും സ്വബോധത്തിലേക്ക് വന്നു. ആദ്യ പ്രിയയുടെ കൈ തന്നിൽ നിന്നും അടർത്തി മാറ്റി എഴുന്നേറ്റ് നിന്നു. അയാൾ ആദ്യോടൊന്ന് ചിരിച്ചെന്ന് വരുത്തി പ്രിയയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ, ഞാൻ ഓക്കെയാണ്. സാറാണല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആദ്യ പറഞ്ഞു. പ്രിയ അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു. അയാളൊന്ന് മൂളി. പിന്നെ ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചിരുന്നു. ഇയാളുടെ ബോഡി വളരെ വീക്കാണ്. ഇന്നൊരു ദിവസം നിന്നിട്ട് പോയാൽ മതി. മുകളിൽ മുറി റെഡിയായിട്ടുണ്ട്. ഇനി മുറിയിലോട്ട് മാറിക്കോളൂ. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? പ്രിയയുടെ കവളിൽ തട്ടിക്കൊണ്ട് അയാൾ അത്രയും പറഞ്ഞ് പുറത്തിറങ്ങി. അയാൾ പ്രിയയോട് സംസാരിക്കുമ്പോഴൊക്കെ ആദിയുടെ കണ്ണുകൾ അയാളുടെ ഭാവങ്ങൾ ഓരോന്നും ഒപ്പിയെടുക്കുകയായിരുന്നു. മുറി വിട്ടിറങ്ങുന്നതിന് മുന്നേ അയാൾ ഇരുവരെയും ഒന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല. ആദിയുടെ മനസ്സിലൂടെ ചില സംശയങ്ങൾ കടന്നുപോയി. അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുകുന്ദൻ്റെ നിർദ്ദേശപ്രകാരം ദേവ് ആശുപത്രി വിടാൻ തീരുമാനിച്ചത്. അപ്പോഴേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നു. ദേവ് ആശുപത്രിയുടെ മുറ്റത്തെത്തിയതും ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ അയാളെ വളഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെടുകയാണ്. നേരത്തെ കോളേജ് ഗ്രൗണ്ടിൽ തളർന്നു വീണ പ്രിയയെ ദേവ് താങ്ങി പിടിക്കുന്നതും അവളെയും കൊണ്ട് വണ്ടിയിലേക്ക് പാഞ്ഞു പോകുന്നതുമായ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. അവിവാഹിതനായ ദേവദത്തിൻ്റെ ആരാണ് ഈ പെൺകുട്ടി? ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ദേവദത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് മാധ്യമലോകവും ദേവദത്തിൻ്റെ ആരാധകരും. വീഡിയോയ്ക്ക് താഴെ പല തരത്തിലുള്ള കമൻസ് വന്നിട്ടുണ്ട്. അതിലുള്ള നെഗറ്റീവ് കമൻസ് കണ്ടതും ദേവൻ്റെ മുഖത്ത് അഗ്നി എരിഞ്ഞു. നിങ്ങൾക്ക് എന്താണ് സാർ ഇതിൽ പറയാനുള്ളത്? ഇത്രയും നേരം താങ്കൾ ആ കുട്ടിക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നല്ലേ? നിങ്ങൾ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നത് ഇതുപോലൊരു കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം കേട്ട് ദേവ് അവൻ്റെ കോളറിൽ ചെന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യു ബാസ്റ്റേർഡ്! താൻ എന്താ പറഞ്ഞതെന്ന്? എടോ, അവളെൻ്റെ മകളാടോ. എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ സ്വന്തം മകൾ. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് പോലും. കഴിഞ്ഞ 18 വർഷമായി ഞാൻ രഹസ്യമായി വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ സ്വന്തം മകൾ. അവളെപ്പറ്റി എനിക്കൊരക്ഷരം മിണ്ടിയ നിങ്ങളെൻ്റെ മറ്റൊരു മുഖം കൂടി കാണും. നിങ്ങൾക്ക് തെളിവുകളാണ് വേണ്ടതെങ്കിൽ നാളെ രാവിലെ ഒരു പ്രസ് മീറ്റിന് ഞാൻ റെഡിയാണ്. അവളുടെ അച്ഛനാണ് ഞാനെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊക്കെയും എൻ്റെ പക്കലുണ്ട്. ഇന്ന് എല്ലാവർക്കും പോകാം. അത്രയും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നതും പിന്നിൽ നിന്നും വീണ്ടും ഒരു ചോദ്യം ഉയർന്നു. നിങ്ങളുടെ മകളുടെ അമ്മ അവരിപ്പോൾ എവിടെയാണ്? അവളെ പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. അത്രയും പറഞ്ഞുകൊണ്ട് ദേവ് പിന്നെയും ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു. ദേവും മാധ്യമപ്രവർത്തകരുമായുള്ള സംഭാഷണം മുഴുവൻ നേരിൽ കണ്ട ഗോകുൽ ആദ്യോട് ഇത് പറയാൻ വേണ്ടി മുറിയിലേക്ക് ഓടുകയായിരുന്നു. ശ്യാമും ഷിബിയും എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഗോകുൽ അങ്ങോട്ട് പാഞ്ഞു പോയിരുന്നു. 2nd ഫ്ലോറിലായിരുന്നു അവരുടെ മുറി. ഗോകുൽ ഡോറും തള്ളി തുറന്ന് അകത്ത് കയറുമ്പോൾ പ്രിയ ചെറുതായി മയങ്ങുകയായിരുന്നു. ഡോർ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടതും പ്രിയ കണ്ണു തുറന്നു. ദേവദത്ത് പ്രിയയുടെ അച്ഛനാണെന്നറിഞ്ഞ പ്രിയയ്ക്ക് സന്തോഷമാവും എന്ന് കരുതിയാണ് അവൻ ഇത് പറയാൻ വേണ്ടി ഓടി വന്നത്. ഗൂഗിൾ താഴെ നടന്നതൊക്കെയും പറഞ്ഞതും പ്രിയയും ആദ്യം ഒരുപോലെ ഞെട്ടുകയാണ്. പ്രിയ ആദിയുടെ ഫോൺ വാങ്ങി അതിൽ ന്യൂസ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇപ്പോൾ താഴെ നടന്ന സംഭവങ്ങളും പ്രിയയുടെ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പ്രിയ ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണുള്ളത്. താൻ ഇത്രയും നാൾ ദൈവത്തിനെ പോലെ മനസ്സിൽ കൊണ്ടു നടന്നയാൾ തന്നെയാണ് തൻ്റെ അച്ഛനെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി.
അയാളുടെ ചിലവിലാണല്ലോ താൻ ഇത്രയും കാലം വളർന്നത് എന്ന് ഓർത്തപ്പോൾ താൻ ഈ നിമിഷം ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി. അയാൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് ജീവിതം ആസ്വദിക്കുമ്പോൾ താൻ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നത് അവളെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടതും ആദിക്ക് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിഞ്ഞില്ല. ആ സമയത്ത് തന്നെയാണ് മുകുന്ദൻ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾക്ക് പിന്നാലെ ദേവനെ കണ്ടതും പ്രിയയുടെ സമനില പിന്നെയും തെറ്റിത്തുടങ്ങി. കയ്യിലെ ക്യാനലൊക്കെയും വലിച്ചൂരുന്നത് കണ്ടതും ആദ്യം അവളെ തടഞ്ഞുവെങ്കിലും അവൾ അവനെ പിടിച്ചു തള്ളി മുകുന്ദൻ്റെ കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിളപ്പോൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ എൻ്റെ അച്ഛനെയും അമ്മയുമാണ് ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതെന്ന്. അവരുടെ ഒരു സഹായവും ഞാൻ സ്വീകരിക്കില്ലെന്നും. എന്നിട്ടിപ്പോൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു. പൂമത്തയിൽ കിടന്നുറങ്ങുമ്പോഴും ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലിൻ്റെ വേദന അത് പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാവുമോ അങ്കിൾ? ഇയാളുടെ ജീവിതത്തിനും പ്രശസ്തിക്കും ഞാനൊരു തടസ്സമായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിന് ജീവിക്കാൻ അനുവദിച്ചു? അപ്പം തന്നെ കൊന്നുകളയായിരുന്നില്ലേ? മുകുന്ദൻ്റെ കോളറിൽ പിടിച്ചു എണ്ണി എണ്ണി പറയുന്ന പ്രിയയെ കണ്ടതും ദേവിന് അവളെ മാറോട് ചേർക്കാൻ തോന്നി. അവളുടെ നെറുകയിൽ സ്നേഹചുംബനം ചാർത്താൻ തോന്നി. അങ്കിളിനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെയല്ലേ കണ്ടത്? എന്നിട്ട് അങ്കിൾ എന്നോട് കള്ളം പറഞ്ഞില്ലേ, പറ്റിച്ചില്ലേ? മുകുന്ദൻ്റെ കാലിലൂടെ ഊർന്ന് താഴെ വീണ് വിങ്ങിപ്പൊട്ടുന്ന പ്രിയയെ കണ്ടതും ആദിക്ക് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി. പക്ഷേ ഇവിടെ താൻ കുറച്ചു നേരം ഒരല്പം മാറി നിന്നേ പറ്റൂ. അച്ഛനും മകളും ഒരുമിക്കുന്നെങ്കിൽ അങ്ങ് ഒരുമിക്കട്ടെ എന്ന് അവനും കരുതി. നിലത്തിരുന്ന് കരയുന്ന പ്രിയയെ ദേവ് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. എന്നാൽ പ്രിയ അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, തുടരുതെന്നെ, എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ആദി, എന്നെ ഒന്ന് പിടിക്ക്, എനിക്കിവിടുന്ന് പോവണം. പ്രിയ തന്നെ വിളിക്കുന്നത് കേട്ടതും ആദി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പ്രിയ അവനെ ഇറുകെ പുണർന്നു. അവൾക്ക് ആരുടെയും മുഖത്തേക്ക് നോക്കണം എന്ന് പോലും ഇല്ലായിരുന്നു. അവൾ ആദിയുടെ നെഞ്ചിൽ മുഖം പുഴുത്തി. വാദി, നമുക്ക് പോവാം, നമ്മുടെ വീട്ടിലേക്ക് പോവാം. എനിക്ക് നീ മാത്രം മതി. ആരുമില്ലാത്ത സമയത്ത് എന്നെ ആദ്യമായി സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ചേർത്ത് പിടിച്ചത് നീയാണ്. എനിക്ക് നിന്നെ മാത്രം മതി. എനിക്ക് മറ്റാരും വേണ്ട. ഇനി ഇവിടെ നിന്നാൽ ഞാൻ മരിച്ചു പോവാതി. പ്ലീസ് എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ. പ്രിയ പറയുന്നത് കേട്ടതും ആദ്യം മുകുന്ദനെ ഒന്ന് നോക്കിയതും അയാൾ പൊയ്ക്കോ എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചതും ആദി പ്രിയയുമായി അവിടെ നിന്ന് ഇറങ്ങി. ആദി പ്രിയയെ തൻ്റെ വണ്ടിയിൽ കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി തൻ്റെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞു. അവർ മുകുന്ദൻ സാറിൻ്റെ കൂടെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ആദി പോവാനായി ഇറങ്ങി. അതിനിടയിലാണ് ഒരു ഭാഗത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദേവിനെ അവൻ കാണുന്നത്. അയാളുടെ ആ നിൽപ്പ് കണ്ടതും ആദിക്ക് ചെറുതായി വിഷമം തോന്നി. ആദ്യം അയാൾക്ക് അരികിലേക്ക് നടന്നു. സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. സാറിന് അവളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സാറിൻ്റെ മുന്നിൽ കൊണ്ടുവരാം. സാർ അവളോട് മനസ്സ് തുറന്നു എന്ന് സംസാരിച്ചാൽ മതി. അവൾ സാറിനെ മനസ്സിലാക്കും. ആദ്യ പറഞ്ഞത് കേട്ടതും ദേവ് അവനെ ഒന്ന് നോക്കിപ്പോയി. പിന്നീട് ആദ്യ അയാളോട് യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. ആദിയുടെ കാർ തൻ്റെ കൺമുന്നിൽ നിന്ന് മായുന്നത് വരെ ദേവ് നോക്കി നിന്നു. ഇനി എങ്ങോട്ടാ? ഡ്രൈവിങ്ങിനിടയിൽ ആദ്യ അവളോട് ചോദിച്ചു. ഇന്ന് മുഴുവൻ നീ എൻ്റെ അരികെ വേണം. ഞാൻ ആദ്യയുടെ കൂടെ വീട്ടിലോട്ട് വന്നോട്ടെ? നീയും കൂടി ഇല്ലേ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. അത്രയും പറഞ്ഞ് പ്രിയ പുറത്തേക്ക് മിഴികളൂന്നിയിരുന്നു. ആദ്യ തൻ്റെ വണ്ടി പോർച്ചിൽ നിർത്തി. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് പ്രിയയോട് ഇറങ്ങാൻ പറഞ്ഞു. ആദ്യ പ്രിയയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. കോളിംഗ് ബെൽ അമർത്തിയതും നന്ദിനിയായിരുന്നു ഡോർ തുറന്നത്. പിന്നാലെ ശങ്കരും വന്നു. ഇതിനോടകം തന്നെ കാര്യങ്ങളൊക്കെയും അവരറിഞ്ഞിരുന്നു. ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ഇരുവരും പ്രിയ അകത്തേക്ക് വിളിച്ചു. ആദിയുടെ അച്ഛനും അമ്മയും പ്രിയയോട് സ്നേഹത്തോടെ പെരുമാറിയ ശേഷം അവളെയും കൊണ്ട് മുറിയിലേക്ക് പോവാൻ പറഞ്ഞതും ആദി പ്രിയയുടെ മുറിയിലേക്ക് നടന്നോളാൻ പറഞ്ഞു. പ്രിയ സ്റ്റെയർ കയറി ആദിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ആദിയുടെ മുറിയിലേക്ക് എത്തിയതും അവൾ നേരെ വാഷ്റൂമിൽ ചെന്ന് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നടന്നതൊക്കെയും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. പ്രിയ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മുറിയിൽ തിരിച്ചെത്തിയ പ്രിയ അവിടെ മുഴുവനും കണ്ണോടിച്ചു. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം അങ്ങോട്ട് വന്നിരുന്നുവെങ്കിലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അന്നതിന് എവിടെയായിരുന്നു സമയം? ഉള്ള സമയം മുഴുവൻ അവൻ തന്നെ പ്രണയം കൊണ്ട് പൊതിയുകയായിരുന്നില്ലേ? അന്ന് നടന്ന ഇരുവരുടെയും പ്രണയാർദ്ധ നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോയതും അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു. ഡോറടയുന്ന ശബ്ദം കേട്ടിട്ടാണ് പ്രിയ തിരിഞ്ഞു നോക്കുന്നത്. ഡോറടച്ച് തിരിയുന്ന ആദിയെ കണ്ടതും പ്രിയ അവനെ ഒന്ന് നോക്കിപ്പോയി. അവൻ എന്താ എന്ന പോലെ പുരികം പൊക്കിയതും പ്രിയ ഒന്നുമില്ലെന്ന പോലെ ചുമൽ കൂച്ചി. പ്രിയ, നീ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട ആദി, നീ കഴിച്ചോ.
എന്നാ എനിക്കും വേണ്ട എന്ന് ഞാൻ പറയൂ എന്നേ നീ കരുതുകയൊന്നും വേണ്ട. ഞാൻ പറയില്ല. പട്ടിണി കിടന്ന സ്നേഹം കാണിക്കാനേ എന്നെ കിട്ടില്ല. അതിന് ഞാൻ പറഞ്ഞു നിന്നോട് പട്ടിണി കിടക്കാൻ. ശരി, എന്നാ ഞാൻ പോയിട്ട് വല്ലതും കഴിച്ചിട്ട് വരാം. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയണം, ഞാൻ കഴിച്ചിട്ട് വരുമ്പോൾ കൊണ്ടുവരാം. എനിക്ക് ഒരു ഫ്രഷ് ജ്യൂസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആപ്പിൾ, ഓറഞ്ച്, ചിക്കു, പൈനാപ്പിൾ, പപ്പായ, വാട്ടർമെലൺ, ഗ്രേപ്പ്, ഇതിലേതാ വേണ്ടത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇത് ജ്യൂസ് ഷോപ്പൊന്നുമല്ല. ഉള്ളത് വെച്ച് അടിച്ചുകൊണ്ട് വരാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലേലും ലൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ? അവളൊന്ന് മൂളി. എന്നാൽ പ്രിയ വാഷ്റൂമിലേക്ക് പോയിക്കോളൂ. അവൾക്ക് നേരെ ഒരു ടവൽ നീട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. ആദി പറഞ്ഞത് കേട്ടതും അവൾ തലയണക്കി. ആദി, കുളി കഴിഞ്ഞ് ഞാൻ എന്തിടും? ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഒരു രാത്രിയുടെ കാര്യമല്ലുള്ളൂ. നീ ഒന്നും ഇട്ടില്ലേലും എനിക്ക് കുഴപ്പമില്ല. നാളെ രാവിലെ ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം. ആദി പറഞ്ഞത് കേട്ടതും പ്രിയ കൂർപ്പിച്ച് അവനൊന്ന് നോക്കി. പിന്നെ ഞാൻ എന്താ ചെയ്യുക? അവളുടെ നോട്ടം കണ്ട് അവൻ അവളുടെ ഇരു കവളിലും വലിച്ചുകൊണ്ട് പറഞ്ഞു, ആദി, നിന്റെ ഡ്രസ്സ് തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി, തന്നേക്കാം. ആദി വാർഡ്രോബിൽ നിന്നും ഒരു വൈറ്റ് ഷർട്ട് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആദി, ഇതിൻ്റെ ബാക്കി എവിടെ? ഇതിൻ്റെ 2 സ്ലീവ് ഉണ്ടല്ലോ, ഇനി എന്തോന്ന് ബാക്കി? അതല്ല ആദി, ഇതിൻ്റെ കൂടെ ഞാൻ എന്തിടും? എൻ്റെ പാൻറ്റൊന്നും നിനക്ക് പാകമാകില്ല. ഈ ഷർട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് നിനക്ക് പാൻറ് ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്തിടുന്നത് എൻ്റേത് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നേക്കാം, എനിക്കൊരു കുഴപ്പമില്ല. അയ്യേ വൃത്തികെട്ടവൻ, ഇത് മാത്രം ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിൻ്റെ മുന്നിൽ വരേണ്ടത്? അവൾ കണ്ണ് കൂർപ്പിച്ചവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എൻ്റെ മുന്നിൽ വരണ്ട, ഞാൻ നിൻ്റെ മുന്നിൽ വന്നോളാം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? പോയി പെട്ടെന്ന് ഫ്രഷായി വാ, എന്നിട്ട് വേണം എനിക്ക് ഫ്രഷ് ആവാൻ. വേറെ വഴിയില്ലാതെ ആദ്യം കൊടുത്ത ഷർട്ടുമായി പ്രിയ വാഷ്റൂമിലേക്ക് ചെന്നു. ചെറുചിരിയാൽ അവൾ പോകുന്നത് നോക്കിക്കൊണ്ടവൻ തൻ്റെ ഫോണും കയ്യിൽ പിടിച്ചു സോഫയിൽ വന്നിരുന്നു. അവളുടെ മൂഡൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ് അവൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ സംസാരിച്ചത്. താൻ സങ്കടവും സഹതാപവും കാണിച്ച അവളുടെ ഉള്ളിൽ ആ ചിന്തകൾ അങ്ങനെ തന്നെ കിടക്കും. അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ അടിയും വഴക്കും ചളിയും റൊമാൻസും തന്നെയാണ് നല്ലതെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. വാട്സാപ്പ് തുറന്ന് നോക്കിയതേ ഉള്ളൂ, ദേ കിടക്കുന്ന 3 എണ്ണത്തിൻ്റെയും മെസ്സേജ്. ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അളിയ, നിൻ്റെ ഒരു യോഗേ, എന്തായാലും പൊളിക്ക്. ആക്രാന്തം കൂടുതൽ വേണ്ട, സേഫ്റ്റി മുഖ്യം ബിഗിലേ. ഷെബിയുടെ മെസ്സേജായിരുന്നത്. ബാക്കി 2 എണ്ണത്തിൻ്റെയും മെസ്സേജ് ഏകദേശം ഇതുപോലെയായിരുന്നു. അയ്യേ, എന്തോന്നി അവന്മാരിങ്ങനെ. പ്രിയങ്കാനിത് കണ്ട എന്ത് കരുതും? ചിലപ്പോൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് വാശി പിടിച്ചേക്കാം. ഷോ, ആദ്യം പിന്നെയും തൻ്റെ ഫോണിൽ ശ്രദ്ധ കൊടുത്തു. ഇന്നത്തെ ഇനോഗ്രേഷൻ ചടങ്ങിൻ്റെ ഫോട്ടോസൊക്കെയും എടുത്തു നോക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ അവനും പ്രിയയും തമ്മിലുള്ള ഒരു ഫോട്ടോയിലേക്ക് അവൻ്റെ കണ്ണുടക്കി. സെറ്റ് സാരി കൊടുത്ത് സുന്ദരിയായി നിൽക്കുന്ന അവളെ ആദ്യം ചേർത്ത് പിടിച്ചുള്ള ഒരു ഫോട്ടോ. ആദിയുടെ ആവശ്യപ്രകാരം പൂജ എടുത്തു കൊടുത്തതായിരുന്നു ആ ഫോട്ടോ. ആദിയുടെ കണ്ണുകൾ പിന്നെയും പിന്നെയും ആ ഫോട്ടോയിലേക്ക് നീണ്ടു. ആ സാരിയിൽ അവൾ എത്രമാത്രം സുന്ദരിയാണെന്ന് അവൻ നോക്കി കാണുകയായിരുന്നു. പിന്നീട് അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് ചെന്നു. ഭക്ഷണം കഴിച്ച് പ്രിയക്കുള്ള ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി അവൻ മുറിയിലേക്ക് തിരിച്ചെത്തി. അപ്പോഴും പ്രിയ വാഷ്റൂമിൽ തന്നെയായിരുന്നു. ഇവളിതെന്തോന്ന് കുളിയാ കുളിക്കുന്നത്? ഒരു മാസത്തെ കുളി ഒരുമിച്ച് കുളിക്കുകയാണോ എന്നും പറഞ്ഞ് ജ്യൂസ് അവിടെ വെച്ച് തിരിയാൻ നേരാണ് വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ആദിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രിയയെ കണ്ടതും ആദിയുടെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. മുട്ടിന് കുറച്ചധികം തന്നെ മുകളിലായി വരുന്ന ഷർട്ട് തൻ്റെ ഇരു കയ്യാലെ പിടിച്ച് താഴ്ത്തി വെക്കാൻ പാടുപെടുന്ന പ്രിയയെ കണ്ടതും ആദിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവളുടെ നഗ്നമായ കാലുകളുടെ മനോഹാരിത അവൻ ഒപ്പിയെടുക്കുകയാണ്. അത് മനസ്സിലാക്കിയ പോലെ അവൾ കുറച്ച് ഉറക്കെ വിളിച്ചു, ആദി, നിന്റെ ഒരു മുണ്ടിങ്ങെടുത്തേ. എന്തിനാ? തലയിലിട്ട് നടക്കാൻ. ഒന്ന് പോടാ. എനിക്കേ ഉടുക്കാൻ ഇത് മാത്രം ഇട്ടുകൊണ്ട് പറ്റില്ല. പച്ചമീൻ കണ്ട പൂച്ചയെ പോലെ നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എനിക്കൊരു മുണ്ടെടുത്ത് തരാൻ നോക്ക്. അതിൻ്റെ ആവശ്യമുണ്ടോ പ്രിയ? ഈ ഷർട്ട് ഞാൻ വിചാരിച്ചത്ര ചെറുതല്ല. ഇതിനേക്കാളും ചെറുത് തന്നാൽ മതിയായിരുന്നു ഇല്ലേ? ശേ. ആദ്യ കുസൃതി ചിരിയാലെ പറഞ്ഞതും പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കി. പോടാ. പോടാന്നാ? നിനക്കെന്നെ തീരെ റെസ്പെക്റ്റ് ഇല്ല പ്രിയ. ഒന്നുമില്ലേലും നിന്നേക്കാൾ 5 വയസ്സിന് മൂത്തതല്ലേ ഞാൻ. ആ റെസ്പെക്റ്റ് തരായിരുന്നില്ലേ? ഷോ, ആണോ? നിനക്ക് റെസ്പെക്റ്റ് വേണമായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ നിന്നെ ഇനി മുതൽ ആദ്യേട്ടാ എന്ന് വിളിക്കാം. ആദ്യേട്ടാ, എനിക്കൊരു മുണ്ട് തരൂന്നേ. അവളുടെ ആ പറച്ചിൽ കേട്ട് ആദ്യ പകച്ച് പണ്ടാരടങ്ങി നിൽക്കുവാണ്. എന്താ ആദ്യേട്ടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് എടുത്ത് തരൂന്നേ, എനിക്ക് നാൺ വരുവാ. പ്രിയ നഖം കടിച്ചുകൊണ്ട് നാണൊക്കെയും വരുത്തിക്കൊണ്ട് പറഞ്ഞു. പ്രിയ, എന്തോന്നിത്?
ആദ്യേട്ടനല്ലേ പറഞ്ഞത് ഞാൻ ആദ്യേട്ടനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യേട്ടന് ഇനി മുതൽ റെസ്പെക്റ്റ് തരാൻ പോവുക. ആദ്യേട്ടാ മുണ്ട് മുണ്ട് താ ആദ്യേട്ടാ. ആദ്യേട്ടാ എൻ്റെ ജ്യൂസ് എവിടെ ആദ്യേട്ടാ? അതൊന്ന് എടുത്തു തരുമോ ആദ്യേട്ടാ? ആദ്യം അവളുടെ ജ്യൂസ് എടുത്ത് കയ്യിൽ കൊടുത്തതും പ്രിയ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. കൊള്ളാം, ആദ്യേട്ടനെ ഇതിൽ ഭാവിയുണ്ട് കേട്ടോ. ഒന്നുമില്ലേലും ജ്യൂസ് ഷോപ്പ് തുടങ്ങിയിട്ടാണെങ്കിലും നമുക്ക് ജീവിച്ചു പോവാം. പക്ഷെ ആദ്യേട്ടാ പഞ്ചാര ഇത്തിരി കൂടുതലാണ് കേട്ടോ. അല്ലെങ്കിൽ ആദ്യേട്ടൻ പഞ്ചാരക്കാരും വരുമ്പോൾ മുന്നും പിന്നും നോക്കാറില്ലല്ലോ. ഇനി മുതൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആദ്യേട്ടാ ഒരു ദിവസം ഇത്രയും റെസ്പെക്റ്റ് മതിയോ? അതോ നിർത്ത് നിർത്ത് നിർത്ത്. എനിക്ക് റെസ്പെക്റ്റ് വേണ്ട. നീ എന്നെ ആദ്യേട്ടാന്ന് വിളിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞതെങ്ങി പിൻവലിച്ചു. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടൊരു പെണ്ണ്. എങ്കിൽ താൻ പെട്ടെന്നൊരു മുണ്ടിങ്ങെടുത്തേ. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ക്ലാസ് എവിടെ വെച്ചുകൊണ്ട് പ്രിയ പതിവ് സ്റ്റൈലിൽ പറഞ്ഞു. പ്രിയ പറഞ്ഞത് കേട്ടതും ആദ്യം മുഖം വീർപ്പിച്ചു അവൾക്ക് നേരെ ഒരു മുണ്ടെറിഞ്ഞു കൊടുത്തു. പ്രിയക്ക് അവൻ്റെ വീർത്ത മുഖം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ചു. എങ്ങനെയൊക്കെ അവൻ കൊടുത്ത മുണ്ടെടുത്തു. പ്രിയ അവനെ ശ്രദ്ധിക്കാതെ തൻ്റെ മുടി ഉണക്കാൻ തുടങ്ങി. ആദി അവളുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കാത്ത മട്ടിൽ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചെടുക്കുകയാണ്. അവൻ തൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി. പ്രിയ ഇടം കണ്ണാൽ അവൻ്റെ പ്രവൃത്തികൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ കൈ അവൻ്റെ പാൻറ്റിൻ്റെ ബട്ടണിലേക്ക് നീളുന്നത് കണ്ടതും പ്രിയ അവനെ കടുപ്പിച്ച് വിളിച്ചു. ആദി, എന്താ ഇത്? നിനക്ക് ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടില്ല എന്നുണ്ടോ? അതിന് ഞാനെന്ത് വേണം? എന്ത് വേണമെന്നോ? എൻ്റെ മുന്നിൽ വെച്ചാണോ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നെ നിൻ്റെ മുന്നിൽ വെച്ചല്ലാതെ വേറെ വല്ല പെൺപിള്ളേരുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ മോശമല്ലേ പ്രിയ. തൽക്കാലം നീ ഇതങ്ങ് സഹിച്ചേരെ എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ടവൽ പിടിച്ചു വാങ്ങി അത് ചുറ്റി അവൻ അവളുടെ മുന്നിൽ വെച്ച് തന്നെ പാൻ്റ് അഴിച്ചു മാറ്റി അവളെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. ആദ്യം വാഷ്റൂമിലേക്ക് പോയ നേരത്തെ പ്രിയ അവൻ്റെ ഫോൺ എടുത്ത് പൂജയെയും മിന്നുവിനെയും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. പെട്ടെന്ന് തന്നെ കോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവൻ്റെ ഫോണിലെ ഫോട്ടോസൊക്കെയും നോക്കി തുടങ്ങി. അത് കഴിഞ്ഞ് വാട്സാപ്പ് തുറന്നു നോക്കി. വല്ല ചുറ്റിക്കളി ഉണ്ടോ എന്ന് അറിയണമല്ലോ എന്നും ആത്മകഥം പറഞ്ഞുകൊണ്ട് ഫോൺ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മെസ്സേജ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതൊക്കെ വായിച്ചതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കുളി കഴിഞ്ഞു ടവലും ചുറ്റി വന്ന ആദ്യം അവളുടെ അരികിൽ ചെന്ന് അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞതും അവൾ മുഖം വെട്ടിച്ചു. ഇങ്ങനെ എൻ്റെ മുന്നിൽ വരാൻ നിനക്ക് നാണം ഇല്ലല്ലോ ആദി? ഓ, വല്ല നാണക്കാരി വന്നിരിക്കുന്നു. നിന്റെ നാണൊക്കെയും ഞാൻ ഇന്നത്തോടെ തീർത്ത് തരുന്നുണ്ട്. അതും പറഞ്ഞ് അവളുടെ കവിളി പിടിച്ച് കൊഞ്ചിച്ചതും അവൾ നാഗവല്ലിയായി അവനൊന്ന് നോക്കി. അവൻ്റെ ഫോണിലെ മെസ്സേജ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിച്ചു, എന്താ ഇത്? ഫോണിലേക്ക് നോക്കി ആദ്യം ചെറുതായൊന്ന് പതറി. പ്രിയ, അത് പിന്നെ അവന്മാർ ചുമ്മാ എന്നെ വട്ടി പിടിപ്പിക്കാൻ. സത്യമായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കു പ്രിയ, പ്ലീസ്. സത്യമാണല്ലോ? സത്യം. എങ്കിൽ നിനക്ക് കൊള്ളാം. തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു പ്രിയ എന്നും പറഞ്ഞവൻ അവളുടെ വയറിലൂടെ കൈയിട്ട് പിടിച്ചുയർത്തി അവളെ വട്ടം കറക്കിയതും പ്രിയ വേദന കൊണ്ട് നിലവിളിച്ചു പോയിരുന്നു. പ്രിയയുടെ കരച്ചിൽ കേട്ട് ആദ്യം അവളെ താഴെ ഇറക്കി എന്താ എന്ന പോലെ നോക്കി. ആദ്യം എൻ്റെ വയറ്, നിനക്കറിയില്ലേ എനിക്കവിടെ വേദനയാണെന്ന്? അത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഓ സോറി, ഞാൻ ഓർത്തില്ല. നിൻ്റെ മരുന്നുകളുടെ കൂടെ ഒരു ഓയിൻമെൻ്റ് ഉണ്ട്, ഞാനത് പുരട്ടി തരാം. ആദ്യം അവളെ കൈകളിലെടുത്ത് ബെഡിൽ കിടത്തി അവളുടെ മരുന്നുകൾ അടങ്ങുന്ന കവർ കയ്യിലെടുത്ത് അതിൽ നിന്ന് ഓയിൻമെൻ്റ് എടുത്ത് അവളുടെ അരികിൽ വന്നിരുന്നു. ഓയിൻമെൻ്റ് അവൾക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് അവളുടെ അനുവാദത്തിനെന്ന പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളൊന്നും മിണ്ടിയില്ല. മൗനം സമ്മതമാണെന്ന് കരുതിക്കോട്ടെ. ആദ്യം ഓയിൻമെൻറ്റിൻ്റെ അടുപ്പെടുത്തുകൊണ്ട് ചോദിച്ചു. ഇത്തവണ അവൾ നേർമയായി മൂളി. ആദി അവൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് താഴെ നിന്ന് ഓരോന്നായി അഴിച്ചു തുടങ്ങി. അവളുടെ പൊക്കിൾ ചുഴിക്ക് മേലെയുള്ള ചതവ് അവന് മുന്നിൽ ദൃശ്യമാവുന്നത് വരെ അവൻ ബട്ടൺസ് ഓരോന്നും അഴിച്ചെടുത്തു. അവളുടെ വെളുത്ത വയറിൽ കുറച്ചു ഭാഗം വട്ടത്തിൽ കരുനീലിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ശരിക്കും സങ്കടം തോന്നി. കുഞ്ഞു വയറാണ്, അതും നല്ല വടിവത്ത ആലിൽ വയറും. അവിടെ അവൻ്റെ ചുണ്ടുകൾ അമർന്നതും അവളിലൂടെ ഒരു വിരയൽ കടന്നുപോയി. അവളുടെ ഇരു കൈയും ബെഡ്ഷീറ്റിൽ അമർന്നതും ആദ്യ തലയുയർത്തി അവളെന്ന് നോക്കി. അവളുടെ ശ്വാസം അമർത്തി പിടിച്ചുള്ള ആ കിടപ്പ് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് വേദനിക്കാത്ത പോലെ അവൻ വളരെ നേർമയായി മരുന്ന് പുരട്ടിക്കൊടുത്തു. അതിനിടയിൽ അവൻ അവിടം ഊതിക്കൊടുക്കുന്നുണ്ട്. അവൻ്റെ നിശ്വാസം തൻ്റെ വയറിൽ തട്ടിയതും പ്രിയ കണ്ണുകൾ ഇറുക്കി അടച്ചു. മരുന്ന് പുരട്ടി കഴിഞ്ഞിട്ടും അവൾ അതുപോലെ കിടക്കുന്നത് കണ്ടതും ആദ്യം അവളുടെ ചുണ്ടിൽ ചെറുതായി മുത്തിയതും അവൾ കണ്ണു തുറന്നു. കഴിഞ്ഞു.
ഷർട്ടിൻ്റെ ബട്ടൺ ഇടല്ലേ, കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ് അവൻ വാഷ്റൂമിൽ ചെന്ന് തൻ്റെ കൈയും കഴുകി തിരികെ വന്നു. വാർഡ്രോബിൽ നിന്നും ഒരു ട്രാക്ക് പാൻറ്റും എടുത്തിട്ടു അവൾ കരികിൽ വന്ന് കിടന്നു. നീ എന്താ ആദ്യം ഷർട്ട് ഇടാത്തത്? രോമങ്ങളൊന്നും ഇല്ലാത്ത അവൻ്റെ വെളുത്ത ദൃഢമായ ശരീരത്തിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എൻ്റെ ഷർട്ടല്ലേ നീ ഇട്ടിരിക്കുന്നത്, പിന്നെ ഞാൻ എന്തിടാൻ? നീ ഊരിത്തന്നാ ഞാൻ ഇട്ടേക്കാം. ഓ, നല്ല ഫ്രഷ് ഐറ്റം. നിനക്ക് ഈ ഷർട്ട് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഒരുപാടില്ലേ, അതിലൊന്ന് എടുത്തിട്ടാ പോരെ? ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇടുന്നെങ്കിൽ ഇതിടും, ഇല്ലെങ്കിൽ ഇടാറില്ല. ഇന്നിപ്പോ നമുക്കേ ഇങ്ങനെ കിടന്നുറങ്ങാം. അവൾക്ക് നേരെ ചരിഞ്ഞു കിടന്നു തൻ്റെ ഇടത് കൈ താടിയിലൂന്നി അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും അവൾ എങ്ങനെയെന്ന പോലെ പുരികം ചുളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അവൻ തൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് പതിയെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ വിരൽ അവളുടെ നെറ്റിയിൽ നിന്നും നാസികയിലൂടെ അരിച്ചിറങ്ങി വിറയാർന്ന അതരങ്ങളെ തൊട്ട് തലോടി താടിത്തുമ്പിലൂടെ തൊണ്ടക്കുഴിയിലെത്തി നിന്നു. അവിടുന്ന് പിന്നെയും താഴേക്ക് ചലിച്ചു അവളുടെ കഴുത്തിൽ നിന്നും ഷർട്ടിൻ്റെ ബട്ടണിൽ എത്തി നിന്നു. ഷർട്ടിൻ്റെ ആദ്യ ബട്ടൺ അഴിഞ്ഞതും അവളുടെ കണ്ണുകൾ പരൽമീനുകളെ പോലെ പിടയ്ക്കാൻ തുടങ്ങി. അവൻ്റെ കൈക്ക് മേലെ അവളുടെ പിടി വീണു. ആദ്യം വേണ്ട. അവളുടെ സ്വരം അന്നേരം നന്നേ നേർത്തിരുന്നു. അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവളുടെ കൈ എടുത്തു മാറ്റി. പ്രിയ, നീ എൻ്റേതല്ലേ, പിന്നെന്താ? അവളുടെ ഇരു കണ്ണിലും ചുംബിച്ചു കൊണ്ടവൻ ബാക്കിയുള്ള ബട്ടൺസ് മുഴുവനും അഴിച്ചു മാറ്റി അവളുടെ കണ്ണിൽ നിന്നും ദൃഷ്ടി മാറ്റാതെ ഷർട്ട് ഇരുവശത്തേക്കും അകത്തി വെച്ചതും പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയതാളം പൊടുന്നനെ ഉയർന്നു. ആദിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും പതിയെ പതിയെ താഴേക്ക് ഒഴുകി നടന്നു. ഒടുവിൽ അവളുടെ അർദ്ധനഗ്ന മേനിയിൽ എത്തി നിന്നതും അവൻ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് മുന്നിൽ കാണുന്ന മനോഹരമായ കാഴ്ചയെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി നിന്നു. അവൻ ചാർത്തിയ താലിയും ഒരു സിമ്പിൾ ചെയിനും മാത്രമേ അവളുടെ ദേഹത്തന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ പ്രിയ കമിഴ്ന്നു കിടന്നു. തൻ്റെ ഇടത് കൈ തലയണയ്ക്ക് മുകളിലൂടെ നീട്ടിവെച്ചു. മറുകൈയാൽ വലത് കൈത്തണ്ടയിൽ പിടിച്ചു. അതിന് മേലെ തൻ്റെ മുഖം ചരിച്ചു വച്ചു കമിഴ്ന്ന് കിടന്നിട്ടാണുള്ളത്. വർദ്ധിച്ചു വന്ന ഹൃദയ താളത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പാടുപെടുകയായിരുന്നു അവളപ്പോൾ. മുഖം തിരിഞ്ഞു കിടക്കുന്ന അവളുടെ ഷർട്ട് മുഴുവനായും അഴിച്ചെടുക്കാൻ അവന് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല. തന്നിൽ നിന്നും ഷർട്ട് അടർന്നു പോയത് തിരിച്ചറിഞ്ഞ പ്രിയയുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. അവളിൽ നിന്നും അഴിച്ചെടുത്ത ഷർട്ട് ബെഡിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു. അവളുടെ നഗ്നമായ പുറം മേനിയിലൂടെ പതിയെ ഒന്ന് തലോടിയതും പ്രിയ കണ്ണുകൾ ഇറുകെ പൂട്ടി. അവളുടെ മുടി വകഞ്ഞു മാറ്റിയതും അവളുടെ പിൻകഴുത്തിലെ ബട്ടർഫ്ലൈ ടാറ്റു കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഹേ മൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, ഇങ്ങോട്ട് നോക്ക്, എനിക്ക് നിന്നെ മുഴുവനായും കാണണം. ടാറ്റുവിന് മേലെയായി ചുണ്ടമർത്തിക്കൊണ്ട് അവളുടെ കാതോരം ഹസ്കിയ വോയിസിൽ പറഞ്ഞു. അന്നേരം അവൻ്റെ കൈകൾ അവളുടെ പുറമേനിയുടെ മൃദുലത തൊട്ടറിഞ്ഞുകൊണ്ടേയിരുന്നു. വേണ്ട, അവളില്ലെന്ന പോലെ പറഞ്ഞു. എന്തേ? അവളുടെ കാതിൻ തുമ്പ് നുണഞ്ഞുകൊണ്ട് ചോദിച്ചു. കാണാൻ സമയമാകുമ്പോൾ കണ്ടാൽ മതി. സമയം എപ്പോഴാണാവോ ആ സമയം? ആദിയിൽ വീണ്ടും കുറുമ്പ് നിറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്, അവൾ നേർമയായി പറഞ്ഞു. എന്നാൽ നമുക്കിന്ന് തന്നെ ആ ചടങ്ങ് നടത്തിയാലോ? ഞാൻ റെഡിയാണ്. അവളുടെ പുറം മേനിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ടവനത് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ അഭിമുഖമായി തിരിഞ്ഞു. അവനെ കോർപ്പിച്ച് നോക്കി അവൻ്റെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി. അവൾ അവനെ അടിക്കാനും പിച്ചാനും മാന്താനും ഒക്കെ തുടങ്ങി. അവൻ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന പോലെ അടിയൊക്കെ കൊണ്ട് കുസൃതി ചിരിയാലെ അവളെ തന്നെ നോക്കിക്കിടപ്പാണ്. അവൻ്റെ നോട്ടം പോകുന്ന വഴി മനസ്സിലായതും അവൾ ബോധം വന്നെന്ന പോലെ നാണത്തോടെ തൻ്റെ കൈവച്ച് മറക്കാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ കൈ പിടിച്ചു വച്ചു അവിടെ നോക്കി നിന്നു. ഉഫ്, എൻ്റെ പെണ്ണെ, ഐ ലൈക്ക് ഇറ്റ്. ഒരുപാട് ഇഷ്ടമായി. എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും മേലെയാ. അയ്യേ, നാണമില്ലാത്തവൻ, നീ എന്തൊക്കെയാ അതീ പറയുന്നേ? പ്രിയ അവൻ്റെ കയ്യിലൊരു കടി കൊടുക്കാൻ നോക്കി. അതിനു മുന്നേ ആദ്യം അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നതും അവൾ നീങ്ങിപ്പോയി. ആദി, എന്താ ഇത്? അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവിടെ മുഴുവൻ അവൻ്റെ ചുണ്ടും നാവും അമർന്നുകൊണ്ടേയിരുന്നു. അവളുടെ മാറിലെ മൃദുലത അവനെ മത്ത് പിടിപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. മതിവരാത്ത പോലെ അവൻ അവിടെ ചുംബിച്ചുണർത്തിയതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. പതിയെ പതിയെ അവൻ അവളുടെ മാറിടം നുണഞ്ഞു തുടങ്ങിയിരുന്നു. അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു.
അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിലൂടെ നൂണ്ട് കയറി. അവളുടെ ഇടത് മാറ് നുണയുന്നതിനോടൊപ്പം അവൻ തൻ്റെ വലത് കൈയാലെ വലത് മാറിനെ തഴുകിയും തലോടിയും ഞെരിച്ചുടച്ചും കൊണ്ടേയിരുന്നു. അവളുടെ മാറിലെ കുഞ്ഞു മുന്തിരിമണിയെ അവനൊന്ന് കടിച്ചു വിട്ടതും അവളൊന്ന് എരിവലിച്ചു അവൻ്റെ മുതുകിൽ പോറൽ വീഴ്ത്തി. അവൻ്റെ കൈവിരലുകൾ അവളുടെ വയറിൽ നിന്നും അടിവയറ്റിലേക്ക് ഇഴഞ്ഞു നീങ്ങി. കൈവിരലുകൾ അവളുടുത്തിരിക്കുന്ന മുണ്ടിനകത്തേക്ക് ഇഴഞ്ഞു. അവളുടെ പെൺമയെ തഴുകിയതും പ്രിയ കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ പിടിച്ചു തള്ളിയതും അവൻ ബെഡിലേക്ക് മലർന്നടിച്ചു വീണു. അവൾ തൻ്റെ ഷർട്ട് എടുക്കുന്നതിന് മുന്നേ അവനത് കൈക്കുള്ളിലാക്കിയിരുന്നു. പ്രിയ ബ്ലാങ്കറ്റ് എടുത്ത് തൻ്റെ ദേഹം കവർ ചെയ്ത് ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കിയതും ആദ്യ ചെറുചിരിയാലെ ചുണ്ട് കൂർപ്പിച്ചു അവൾക്കൊരു ഉമ്മ പുറത്ത് വിട്ടുകൊടുത്തു. ജസ്റ്റ് മിസ് ഉഫ് എന്നും പറഞ്ഞവൻ അവളുടെ ബ്ലാങ്കറ്റ് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല. ദേ കൂടുതൽ ബലം പിടിക്കല്ലേ, ഇനി ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ നല്ല വെടിപ്പായി കണ്ടതാ. ഇതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒറിജിനൽ ഫസ്റ്റ് നൈറ്റിന് എന്തെങ്കിലും സർപ്രൈസ് വേണ്ടേ? പക്ഷേ ഇന്നെനിക്ക് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. ഇല്ലെങ്കിൽ അവൻ അത്രയും പറഞ്ഞു നിർത്തി. ഇല്ലെങ്കിൽ ബാക്കി സർപ്രൈസ് ഞാൻ ഇന്ന് തന്നെ പൊട്ടിക്കും. സേഫ്റ്റി നോക്കിയാൽ പോരെ? ആദ്യം ഞാൻ നിന്നെ കൊല്ലും. നീയല്ലേ പറഞ്ഞത് നീ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്ന്. എന്നിട്ട് ഇതൊക്കെ എന്താ? ഞാൻ പറഞ്ഞത് സ്വപ്നത്തിൽ കരുതിയിട്ടില്ല എന്നല്ലേ, നേരിൽ കരുതിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനി ഡൗട്ട്? നിന്നെ ഞാൻ അതും പറഞ്ഞ് പ്രിയ അവൻ്റെ കഴുത്തിന് പിടിക്കാനെന്ന പോലെ ചെന്നതും അവൻ അവളുടെ കൂടെ ബ്ലാങ്കറ്റിൽ കയറി കൂടിയിരുന്നു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, സോറി ഒന്നും വേണ്ട. അല്ലെങ്കിലും നീ മാത്രമല്ലല്ലോ, ഞാനും എതിരൊന്നും പറയാതെ നിന്ന് തന്നതുകൊണ്ടല്ലേ ഇതൊക്കെ നീ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് നീ മാത്രം തെറ്റുകാരനാവില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. നീ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുള്ളതുകൊണ്ടേ ഇതൊരു തെറ്റായ കാര്യമല്ല. പിന്നെ നമുക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയോ നേടിയെടുക്കാനും ഉണ്ട്. അതിനിടയിൽ കുഞ്ഞു ആദിയുടെ വരവറിയിച്ചാലേ ഞാൻ തെണ്ടിപ്പോവും. കൂടെ നീയും. ആ ഒരു പേടിയേ ഉള്ളൂ. അയ്യോ, ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എനിക്കിപ്പോൾ കൊഞ്ചിക്കാൻ നീ തന്നെ ധാരാളം. കുറഞ്ഞത് 5-6 വർഷത്തേക്ക് അതിനെ പറ്റിയൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. ഇരുവരുടെയും കഴുത്തിന് വരെ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. മലർന്നു കിടക്കുന്ന ആദിയുടെ നെഞ്ചിൽ തലവെച്ചാണ് പ്രിയ കിടന്നിട്ടുള്ളത്. ആദിയുടെ ചുണ്ടുകൾ അവളുടെ തലയിൽ അമർന്നിട്ടുണ്ട്. അവൻ്റെ കൈവിരലുകൾ അവളുടെ നഗ്നമായ തോളിനെയും കൈകളെയും തലോടുന്നുണ്ട്. പ്രിയ, ആശുപത്രിയിൽ കണ്ട പ്രിയ അല്ലല്ലോ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത്. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? നീ എനിക്ക് വേണ്ടി സന്തോഷം അഭിനയിക്കുകയാണോ? അഭിനയിക്കുകയല്ല, നീ അടുത്തുള്ളപ്പോൾ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ മറ്റെന്തിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. നിന്നിൽ നിന്നും ഇനിയൊരു അകൽച്ച അതെനിക്ക് താങ്ങാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ നാളെ ഇവിടെ നിന്ന് പോയേനെ. ഒറ്റ രാത്രി കൂടെ കിടന്നപ്പോൾ നീ എന്നെ ഈ നിലയിലെത്തിച്ചെങ്കിൽ നാളെ ചിലപ്പോൾ ഇതുക്കും മേലെ നീ കാണിക്കുന്നേ എനിക്കറിയാം. എന്നാലും ഇനി എനിക്ക് നിന്നെ ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ. ബിക്കോസ് ഐ എം മാഡ്ലി ലവ് വിത്ത് യു ആദി. പ്രിയയുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ അമർന്നു. പിന്നീട് ആദിയെ പോലെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഇരു കണ്ണിലും ഇരു കവിളിലും മൂക്കൻ തുമ്പിലും താടിയിലും കാതിലും കഴുത്തിലും നെഞ്ചിലും അനുസരണയില്ലാതെ ഒഴുകി നടന്നു. അവളുടെ ചുംബന മഴയിൽ ആദ്യം മറന്നു പോയിരുന്നു. ഇനിയും അവൾ തന്നെ പ്രണയിച്ച താൻ എല്ലാം മറന്ന് അവളെ മുഴുവനായി സ്വന്തമാക്കിയാലോ എന്ന് ഭയന്ന് ആദ്യം അവളെ തടഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചു കണ്ണടച്ച് കിടന്നു. ഇരുവരും അർദ്ധനഗ്നരായി ഒരു പുതപ്പിനുള്ളിൽ നിദ്രയെ പുൽകുമ്പോൾ മറ്റൊരിടത്ത് ദേവദത്ത് ആദിയിൽ നിന്ന് തൻ്റെ മകളെ എങ്ങനെ പിരിക്കാമെന്ന് തല പുകഞ്ഞ് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ പ്രിയ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും വരെ ആദിയെ കൂടെ നിർത്തിയേ പറ്റുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അയാളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. ഇതേ സമയം ദേവിൻ്റെ മകളാണ് പ്രിയ എന്ന് തിരിച്ചറിഞ്ഞ രേവതി പ്രിയയുടെ അമ്മ ആരായിരിക്കും എന്ന ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു.